റെഡ് സ്ട്രീറ്റിൽ പോയ സുജിത്ത് ഭക്തന് സംഭവിച്ചത് എന്ത്? ഗുഡ് സ്മൈൽ. നോ ഇറ്റ്സ് ഓക്കേ. താങ്ക് യു. വെൽക്കം ബാക്ക്. താങ്ക് യു. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ജസ്റ്റ് എസ്കേപ്പ് ആട്ടോ. ഓ ഇത് പൊളി, നല്ല വൈബ്, സംഭവം കൊള്ളാം, അടിപൊളിയാട്ടോ. വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തേ ഓമനയാണോ? എന്താണ് അറിയില്ല. ടെക് ട്രാവലേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം. നമ്മുടെ കംബോഡിയയിലെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. കംബോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ നോംപെനിലേക്ക് പോവുകയാണ്. സോ വി ആർ റെഡി ടു ഗോ. ബ്രോ, വണ്ടി ഫുള്ള് പൊടിയും ചെളിയൊക്കെ ആയല്ലോ. ഒരു മഴ പെയ്യണ്ടേ, കഴുകി കിട്ടുമായിരുന്നു. എൻ്റെ പോലെ വണ്ടിയിൽ പൊടി ആയതിന് എൻ്റെ തലയിലേക്ക് ഇട്ടായിരുന്നു. നിങ്ങൾ ഫ്രീ മസാജ് അതൊരു 1.5 മണിക്കൂർ മറക്കരുത്. അപ്പൊ പിന്നെ ഇത്രയും പൊടിയൊക്കെ ഒരു വിഷയമല്ല. മസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ 1.5 മണിക്കൂർ വണ്ടി ഓടിച്ച് കിട്ടിയ മസാജാണ് സുഹൃത്തുക്കളെ. അപ്പോൾ KLTUK കംബോഡിയയിലെ അവസാനത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നലെ താമസിച്ച നല്ല അടിപൊളി പൂളൊക്കെയുള്ള ഒരു കിടിലൻ വില്ലയായിരുന്നു. ഇന്നലെ വന്നപ്പോൾ നമ്മൾ ID കാർഡ് പോലും വാങ്ങിച്ചിട്ടില്ല, പൈസ വാങ്ങിച്ചിട്ടില്ല, ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ചെക്കൗട്ട് ചെയ്യാൻ നേരമാണ് ഇതെല്ലാം വാങ്ങിക്കാൻ പോകുന്നത്. എത്ര വിശ്വാസമല്ലേ ആളുകൾക്കൊക്കെ. ഓക്കെ ഓക്കെ ഡൺ. വെയിറ്റ്. ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, എവറിത്തിങ് ഈസ് ഗുഡ്. താങ്ക് യു. യു വാണ്ട് ടു സീ? നോ, ദാറ്റ്സ് ഫൈൻ. താങ്ക് യു. സീ യു. ബൈ ബൈ. $65 നമുക്ക് ഒരു വില്ലയ്ക്ക് നമ്മൾ താമസിക്കാനായിട്ടായത്. അടിപൊളി. ആപ്പിൾ പേ എന്ന് പറഞ്ഞ സംഭവമുള്ള ഭയങ്കര ഒരു കൺവീനിയൻ്റ് ആണ്. ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ RBIയുടെ റെഗുലേഷൻസ് കാര്യമായിട്ടുള്ളത് കാരണം ആപ്പിൾ പേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടുകളുള്ള ആളുകൾക്ക്. പക്ഷേ വിദേശ രാജ്യങ്ങളിലെല്ലാം നമുക്ക് ആപ്പിൾ പേയും മറ്റുമൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ ദുബായ് ബാങ്ക് അക്കൗണ്ട്സിൽ എനിക്ക് എൻ്റെ ആപ്പിൾ പേയും മറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആപ്പിൾ പേ യൂസ് ചെയ്യാൻ പറ്റും. വളരെ കൺവീനിയൻ്റ് ആണ്. ജസ്റ്റ് നമുക്ക് ഐഫോണിലോ അല്ലെങ്കിൽ ഐഫോണിൽ മറ്റേ ആൻഡ്രോയിഡിലോ ഉണ്ടെന്ന് തോന്നുന്നു, സാംസങ് പേ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ഓപ്പൺ ആവും. എന്നിട്ട് ഫോൺ ചുമ്മാ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, പേയ്മെൻറ്റ് റെഡിയാവും, പിന്നടിക്കേണ്ട. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതുവരെ അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. കുറച്ചുകൂടെ സേഫ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ RBIയുടെ റെഗുലേഷൻസ് ആണ് അതിനെ ഇപ്പോഴും ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സമ്മതിക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എനിവേ ഉടനെ വരും എന്നൊക്കെ വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഗോ. കംബോഡിയയിലെ ട്രെയിനുകൾ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ വരുന്ന വഴിക്ക് ഒരു മനുഷ്യൻ ലെവൽ ക്രോസ് ഡൗൺ ആക്കുന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഇപ്പുറത്ത് ലെവൽ ക്രോസ് ഇല്ല, ഇപ്പുറത്തെ സാധനമില്ല, അപ്പുറത്തെ പുള്ളി ഇട്ടു. ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് ക്രോസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് ആ ചേട്ടൻ ഇവിടെ കുഞ്ഞു പിള്ളേരൊക്കെ ബൈക്ക് ഓടിച്ച് പോകുന്നു. എനിക്ക് കുഞ്ഞു പിള്ളേർ അടിപൊളി കുഞ്ഞു പിള്ളേർ. ഇവിടെ ബൈക്ക് ഓടിക്കാൻ ലൈസൻസ് വേണ്ട, 18 വയസ്സ് വരെ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. അടിപൊളി. ഇത്രേ ഉള്ളു 2 കോച്ചുള്ള ട്രെയിന്. എന്താ പൊന്നെ. ഹായ്, നിങ്ങൾ പോയില്ലേ? അയ്യോ, നമ്മുടെ ഷീൻ ചേട്ടൻ. അത് ശരി. അത് ഭയങ്കര രസമാണ്. ഇവിടെ ട്രെയിൻ ഇപ്പോൾ നമ്മൾ പോയത് ഇവിടെ എന്താ പറയുക, നോംപെനിന്ന് എന്താ പറയുക സിഹാനിലേക്ക് പോകുന്ന ട്രെയിനാണ്. അത് ആഴ്ചയിൽ 3 ദിവസമേ ഉള്ളൂ ആ ട്രെയിന്. ഹലോ, അപ്പോൾ ശരി, കാണാം. താങ്ക് യു ഫോർ ദ ഫുഡ് എവറിത്തിങ്. സീ യു അഗൈൻ. ഓൾ ദി ബെസ്റ്റ്. ബൈ. ഷീൻചേട്ടൻ്റെ വീട് ഇവിടെ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ തൊട്ട് മുമ്പിലായിരുന്നു. അപ്പോൾ ഇതാണ് കംബോഡിയയിലെ ട്രെയിനിൻ്റെ വൈബ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടില്ലേ? അതായത് ഇത്ര ഉള്ളു ട്രെയിൻ. ഇവിടെ ഈ ഖമർ റോജിൻ്റെ കാലഘട്ടത്തിൽ, ഈ കമ്മ്യൂണിസ്റ്റ് ഗൊറില്ലകളുടെ കാലഘട്ടത്തിൽ ഇവിടെ എല്ലാം നശിപ്പിച്ചവന്മാർ, ട്രെയിനും ബാക്കിയുള്ള സംഭവം എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം നശിപ്പിച്ചു. അപ്പോൾ നശിപ്പിച്ചതിൻ്റെ കൂടുതൽ പിന്നീട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ട്രെയിൻ എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ കുറച്ച് ഓഫ് റോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 കിലോമീറ്റർ ഇതുപോലത്തെ ഒരു വഴി കൂടെ പോകാനായിട്ടാണ് ഗൂഗിൾ മാപ്പ് പറഞ്ഞിരിക്കുന്നത്. എന്നെ ഏതോ ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് അനന്തു. നീ എന്നെ എവിടെയാടാ കൊണ്ടുപോകുന്നത് അനന്തു? ആടാ, ഞാൻ തായ്ലൻഡിൽ ഇഷ്ടം പോലെ കേവുകൾ കണ്ടായിരുന്നു.
ഇവിടെ എല്ലാം വീടുകൾ ഇങ്ങനെ ഇത്തരത്തിൽ വെള്ളം പൊങ്ങുന്നത് തടയാൻ വേണ്ടി പില്ലർ അടിച്ചിട്ടാണ് പണിതിരിക്കുന്നത്. ഏതോ ഒരു ഗ്രാമത്തിൽ ഏതോ ഒരു ഇറിഗേഷൻ കനാലിൻ്റെ സൈഡിൽ കൂടെയുള്ള ടാറ് പോലും ഇല്ലാത്ത കുറേ ഒരു വഴിയിലൂടെ 5-6 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഏതോ ഒരു കേവ് കാണിക്കാമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ടുവന്ന് പറയുന്നത്. അപ്രീഷിയേറ്റ്. വി ഫ്രം ഇന്ത്യ. 10,000 for two. Okay. 10,000. Okay. And you know the way to the temple? Yeah. ഉണ്ടാവും. വേറെ വലുതൊന്നും കാണിക്കില്ലേ? എന്തിട്ട് എന്താ 10,000 പറഞ്ഞാൽ എത്ര ഡോളറായി? 2.5. Yeah, yeah. Thank you. Aku cina bang. Aku no. Titik bang. അയ്യോ കൊള്ളാം. അത് ശരി ക്യാമറ ഉണ്ടോണ്ടാ അവന്മാർ അത്ര വാങ്ങിച്ചു. ആ ഓക്കെ താങ്ക് യു. നോ ഇറ്റ്സ് ഓക്കെ ഫൈൻ താങ്ക് യു. നമ്മളിപ്പോൾ അങ്ങനെ ഒരു കേവിൻ്റെ സമീപത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് കണ്ടു മരം. അതായത് നമ്മൾ അങ്കോർ വാട്ടിൽ കണ്ട പോലെ തന്നെ ആ മലയുടെ മേളിൽ ഇങ്ങനെ ചുറ്റിപ്പണർന്ന് കിടക്കുന്ന രീതിയിലുള്ള മരങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് എവിടെയാ കേവ് എവിടാ? ഇതാണോ വഴി? അടിപൊളി നോക്കാം. ഇത് കണക്ഷനോ എന്തോ സംഭവം ഉണ്ടോ അവിടെ? ഇവിടെ മുമ്പിൽ ഒരു അമ്പലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കാറ്റുണ്ട്. രാവിലെ കഴിച്ചതെല്ലാം കൂടെ ദഹിക്കാനായിട്ട് നമ്മൾ ഒരു 1.5 പടി കയറിക്കൊണ്ടിരിക്കുകയാണ്. കേവ് സാധാരണ താഴെയല്ല ഉണ്ടാവുന്നത്. ഇതെന്തിനാ കേവ് കാണാൻ മേളിൽ കയറുന്നതെന്ന് എനിക്കറിയത്തില്ല. നല്ല അടിപൊളി ഭീകരമായിട്ടുള്ള മ്യൂസിക്കൊക്കെ ഇട്ട് ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം പൊളിയായിരിക്കും. ജിങ് 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 ജിങ്. എവിടെ കേവ്? എവിടെ കേവ്? ഇവിടെ പാമ്പുണ്ടായിട്ടാണോ അവന്മാർ പാമ്പിനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ശിവന്റെ ആ വിശ്വാസമുണ്ട് ഇതിനകത്തോ? ഇത് വലിയ കേവാട്ടോ. അടിപൊളി. നോക്കി അങ്ങനെ ഞങ്ങൾ കേവിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് എന്ത് കേവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ലൈം സ്റ്റോൺ കേവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, യെസ്, നമുക്കതിങ്ങനെ കാണാൻ സാധിക്കും. അവിടെ ഇരുന്ന് നമ്മൾ ചാമ്പ്യത കേട്ടോ. 10,000 മറ്റേ കംബോഡിയൻ റിയാൽ വാങ്ങിച്ചേ എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം $2.5 വരും. പിന്നെ 10,250 രൂപ. അവിടെ എൻട്രൻസ് ഫീയോ കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നും എഴുതി വെച്ചിട്ട് പോലും ഇല്ല. നമ്മൾ കൊടുക്കണ്ടായിരുന്നു. നമ്മളെന്തിനാ മണ്ടന്മാർ കൊടുത്തത്? വെറുതെ അവനെ സന്തോഷിപ്പിക്കും. പോട്ടെ, സാരമില്ല, പാവങ്ങളല്ലേ അല്ലേ. രാവിലത്തെ ഫുഡ് കഴിച്ചോട്ടെ. എന്നാൽ ഇവരെന്താ പരിപാടി പിള്ളേരൊക്കെ ഇവിടെ? ഹായ്, വാട്ട് ഈസ് യുവർ നെയിം? നൈസ് ടു മീറ്റ് യു. വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ക്ലീനിങ്? നോ? ഓക്കെ, യു ആർ സെല്ലിങ് സംതിങ്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. ഓരോ സംഭവങ്ങളൊക്കെ ആവും പിള്ളേരൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കാണിച്ചു തന്നിട്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ല, ഇതിങ്ങനെ ഇറങ്ങുന്നുണ്ടോ ഓരോ സംഭവങ്ങൾ. രസമാട്ടോ. ഇവിടെ ഇത് മറ്റേ സാലിസൈറ്റാണ്, എലിഫൻറ്റ് ഹെഡ്. നോക്കിയേ, ഇവിടെ ഇങ്ങനെ ഒരു ഇവരുടെ സംഭവങ്ങളിങ്ങനെ ചെയ്യുന്നു. പിന്നെ നമുക്ക് ഇതൊക്കെ പണ്ട് കാലത്ത് ഈ പറഞ്ഞ പോലെ വെള്ളം ഒഴുകി ഇങ്ങനെ സെറ്റായി വന്ന സംഭവമാണ്. ഇതിപ്പോൾ കംപ്ലീറ്റ് ഡെഡായി. കാരണം ആളുകളൊക്കെ വന്ന് തൊട്ട് കഴിഞ്ഞാൽ പിന്നീട് അതൊന്നും ഗ്രോ ചെയ്യില്ല. ഷേപ്പ് ഉണ്ടോ? ഡോണ്ട് ടച്ച് എന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മേ ബി അത് ഇപ്പോഴും ഗ്രോയിങ് ആണെന്ന് വെച്ചാൽ ഇതിങ്ങനെ മേളിൽ നിന്ന് വെള്ളം വീണ് സെറ്റായി വരുന്നതാണ് ഇങ്ങനെ കംപ്ലീറ്റ്. നമ്മൾ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. താഴേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്കിനും നല്ല തണുപ്പായി. ഇവിടെ ഈ പറഞ്ഞ പോലെ ഇവിടെ വരുന്ന കുറച്ച് ബാക്ക് പാക്കേഴ്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇത് അവിടെ ഇപ്പോഴും വെള്ളം വീണുകൊണ്ടിരിപ്പുണ്ട്, കണ്ടില്ലേ? നമുക്ക് അതിൻ്റെ മേളിൽ നിന്ന് വെള്ളം വീണുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം ഇവർ ഇതിനകത്ത് ഇങ്ങനെ ശേഖരിക്കാനാണ് ഇങ്ങനെ സംഭവം. കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വീഴുന്നുണ്ടോ? ഇത്രേ ഉള്ളൂ അല്ലേ? ഇതിനകത്തേക്കൊന്നും പിന്നെ കയറിപ്പോകാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് ഇവിടെ വരെ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. യെസ്, ഇത്രേ ഉള്ളൂ. ഇതൊരു കുഞ്ഞു കേവ്, ഇത് ചെറിയൊരു കേവ്. ആ ഒരു കേവിനകത്ത് ഒരു അമ്പലമുണ്ട്. അത് ശിവലിംഗമുള്ള അമ്പലമാണ്. ഇതിനകത്ത് എന്താ ബ്രോ? ഇതിനകത്തൊക്കെ ഉണ്ട്. ഇത് നോക്ക്, ഇത് കണ്ട, ഇത് നമ്മളെ ഗുണാക്കേവ് പോലെ വീണു തീർന്നു പോയി. ഇത് അതേപോലെ തന്നെ വീഴാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം ഉണ്ട്, കേട്ടില്ല? നോക്കി കണ്ടാ, അടിപൊളി. ഇതിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ തീരും സംഭവമുള്ള നല്ലൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഇപ്പം വീണാനെ. ഓക്കെ, ഞാൻ പേടിച്ചു പോയി അവർ തന്നെ വീഴുന്ന കണ്ടിട്ട്. ഇത്ര അടിപൊളിയാണെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞതേ ഉള്ളല്ലേ. നമുക്ക് ആ ഒരു അമ്പലത്തിനകത്ത് കയറാം. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു അമ്പലമാണ്. ഇതിനകത്ത് ഒരു ശിവലിംഗം പോലത്തെ ഒരു സംഭവമാണുള്ളത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഇതെന്താ വെച്ചേക്കുന്നത്? വാഴയിലയിൽ എന്തോ ഒരു സംഭവം, ഒരു ഓഫറിങ് പോലെ സാമ്പ്രാണിത്തിരിയൊക്കെ കത്തിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. താഴെയുള്ള ലോട്ടസ്, ഇത് വാഴയിലയിൽ കൊമ്പ് കുത്തി വെച്ചിരിക്കുന്നു. പിന്നെ മെഴുകുതിരി ഓർമ്മിരിക്കുന്നു. പിന്നെ ഇത്
ശിവലിംഗം പോലെ ഉള്ള, ശിവലിംഗത്തിൻ്റെ ഷേപ്പ് അല്ല, പക്ഷേ ശിവലിംഗം പോലെയുള്ള ഒരു കല്ലിൻ്റെ കഷ്ണം, പാറക്കഷ്ണം അതിവിടെ ഉണ്ടായി വന്നതാണ് എന്നാണ് പറയുന്നത്. ഇത് കണ്ട, വാവ്, ഇത് നോക്കി, ഇതിൽ നിന്ന് ഇപ്പോഴും ഇങ്ങനെ വെള്ളം വീണ് ഉണ്ടായി വന്നതാണ് അതെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സംഭവം കൊള്ളാം. ഒരു ചെറിയ സ്ഥലം, ചുമ്മാ വന്ന് കണ്ടിട്ട് പോവാം. ദാറ്റ്സ് ഇറ്റ്. ഈ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് മൃതദേഹം ഇതിന് വേണ്ടി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതായത് പൊതുദർശനത്തിന് വേണ്ടി. യെസ്, ഞങ്ങളിപ്പോൾ ഒരു 4 വരി ഹൈവേയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ മുമ്പിൽ റോഡ് ഇങ്ങനെ താൽക്കാലികമായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് കണ്ടോ? അപ്പോഴാണ് അനന്ത് നമ്മളോട് പറയുന്നത്, ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത് മൃതദേഹം പൊതുദർശനത്തിന് വെക്കും, അതേപോലെ റോഡ് ബ്ലോക്ക് ചെയ്ത് കല്യാണം നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഒരു നിശ്ചിത തുക ഗവൺമെൻറ്റിലേക്ക് കെട്ടിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള കലാപരിപാടികൾ നടത്താൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ കറുത്ത ഒരു കൊടിയിൽ സംഭവം കാണാം. അത് മൃതദേഹം വെക്കുന്ന ഒരു പീഠവും അതിൻ്റെ മേളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ സംഭവങ്ങൾ എന്തായിരുന്നു? അപ്പോൾ എനിക്ക് ഇന്നലെ ആരോ മരണപ്പെട്ടാന്ന് തോന്നുന്നു കേട്ടോ, കഴിഞ്ഞതാണ്. അത് ഊരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന്. അപ്പോൾ അത്രയും ഭാഗം മാത്രം അടച്ച് അവിടുത്തെ പരിപാടി കഴിഞ്ഞ് കണ്ടല്ലോ ഇവിടെ തുറന്ന് വെച്ചിരിക്കുന്നുണ്ടോ. അതുകൊണ്ടുള്ള ഓരോരോ വ്യത്യസ്തമായ ആചാരങ്ങളെ ഗവൺമെൻറ്റിന് പൈസ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന സംഭവങ്ങളാണ്. നമ്മളിവിടെ സീ സൈഡിലുള്ള ഒരു നല്ലൊരു കോഫി ഷോപ്പ് പോലത്തെ ഒരു സ്ഥലം കണ്ടപ്പോഴത്തേക്കിനും ഒന്ന് വണ്ടി ചവിട്ടി. നമുക്കൊന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഒന്ന് ചില്ലായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ തണലത്ത് ഇങ്ങനെ ചില്ലായിക്കൊണ്ടിരിപ്പുണ്ട്. സോ ഹിയർ വി ക്യാൻ സിറ്റ് ആൻഡ് ഹാവ് സം കൈൻഡ് ഓഫ് ഡ്രിങ്ക്സ്, ചായ കുടിക്കാം, അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കിടില സ്ഥലം. നല്ല വൈബ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഏരിയ. അതൊക്കെ അടിപൊളി. ഇങ്ങനെയൊക്കെ നിർമ്മിക്കാനായിട്ട് സാഹചര്യങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ, ഇതുപോലെയൊക്കെ നിർമ്മിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഇവിടെ വരുന്നതും അടിപൊളിയല്ലേ. ഇത് ഇവിടെ എന്താ പരിപാടി? സ്മാർട്ട് ടെലസ്കോപ്പ്. ടെലസ്കോപ്പ്, സ്മാർട്ട് ടെലസ്കോപ്പ് എന്ന് പറഞ്ഞ ഒരു ടെലസ്കോപ്പ് ഒക്കെ ഉണ്ട് അവിടെ ദൂരെ. എന്തോ ഐഡ്ലൻഡും കാര്യങ്ങളൊക്കെ കാണാം. ഇത് നല്ല അടിപൊളി ഊഞ്ഞാല്. വേണ്ടാ, ഇതൊന്ന് പിടിച്ചേ, ഞാനൊന്ന് ഊഞ്ഞാൽ നടത്തേ. അടുത്ത് വന്ന് വീഡിയോ ഇത് ഭയങ്കര ക്രേസി ആട്ടോ. പൊട്ടി വീഴുന്നൊന്നുമില്ലല്ലോ. ഒരു മിനിറ്റ്, എന്റെ പോക്കറ്റിൽ പോയി കഴിഞ്ഞ രസം കേട്ടോ. അതിവിടെ കടലിലിരുന്ന് ഊഞ്ഞാലാടുന്ന പരിപാടി. അതൊക്കെ അടിപൊളി. ഇതുണ്ടോ, കടലിലേക്ക് ഊഞ്ഞാലാടാം. ഇത് കൊള്ളാട്ടോ പരിപാടി. അയ്യോ, അടിപൊളി. നിങ്ങളാടുന്നില്ല? അതെന്താ പേടിയാ? ഓക്കെ, നല്ല കാറ്റ് കേട്ടോ, നല്ല വൈബ്. അങ്ങനെ ഞങ്ങളിവിടെ വന്നിരുന്ന് ജ്യൂസ് ഓർഡർ ചെയ്തതാണ്. ഞാൻ ഒരു പാഷൻ ഫ്രൂട്ട് ജ്യൂസാണ് ഓർഡർ ചെയ്തത് സുഹൃത്തുക്കളെ. പാഷൻ ഫ്രൂട്ട് ജ്യൂസ്, ഫ്രഷ് ജ്യൂസാണേ. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ടേസ്റ്റ് ചെയ്ത് നോക്ക്. നീ നോക്ക്, എന്തായാലും എക്സ്പ്രഷൻ പുറമേ പെട്ടടാ പെട്ടു. നീ എന്തോ പറഞ്ഞേ? എന്താ പറഞ്ഞത്? ഇത് നമ്മളെ കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നവരുണ്ട്, അടിപൊളി. ഇത് പെട്ടു വേസ്. $2.5 ഇത് ജ്യൂസിന്. കുഴപ്പമില്ല, ഈ ആംബിയൻസിന് $2.5 വറുത്താണല്ലേ. കിടില്ല ആംബിയൻസ്, നല്ല സ്ഥലം, എനിക്ക് ഇഷ്ടപ്പെട്ടു, പൊളി, ഒന്നും പറയാനില്ല. അതെ, ഷുഗർ വേണ്ടാന്ന് പറഞ്ഞ് അടിച്ചെടുത്ത ജ്യൂസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പൊളിയായത്. അവസാനം പോയിട്ട് ഷുഗർ ഇട്ട് തരാൻ പറഞ്ഞു, ഷുഗർ ഇട്ട് തന്നിട്ട് സെറ്റായിട്ടുണ്ട്. കൊള്ളാം. അപ്പോൾ അടിപൊളി സ്ഥലമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചു. കെപ്പ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. തൊട്ടപ്പുറത്ത് കെപ്പ് ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോംപെനിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 180 കിലോമീറ്റർ ഉണ്ട് നോംപെനിലേക്ക്. ഏകദേശം ഒരു 3-4 മണിക്കൂർ നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു നോംപെൻ. ആ ഒരു കെപ്പ് ബീച്ചിൻ്റെ ഏരിയ കംപ്ലീറ്റ് ഈ പറഞ്ഞ പോലെ ഹാമോക്ക് റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇവിടെ എല്ലാം ഈ കാണുന്ന എല്ലാം ഹാമോക്ക് റെസ്റ്റോറൻറ്റ്സ് ആണ്. ഹാമോക്ക് ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. നമ്മൾ സീംറിയാപ്പിൽ പോയപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചില്ല, അങ്കോർ വാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അതേപോലത്തെ സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം ബീച്ച് സൈഡിൽ ഇങ്ങനെ കാണുന്നത്. നല്ല നല്ല രസമുള്ള നല്ല വൈബുള്ളൊരു സ്ഥലം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ സ്ഥലങ്ങളിലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും ദിസ് പ്ലേസ് ഈസ് ഫാർ 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 ബെറ്റർ. ഇവിടെ ബീച്ചിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. വാവ്, അടിപൊളി. ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ല മൂത്രശങ്ക.
അപ്പോൾ പിന്നെ സാധിച്ചേക്കാം എന്ന് കരുതി നിർത്തിയതാണ്. അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിൻ്റെ ചുവട്ടിലെങ്ങാനും പോയി സാധിക്കണം. ഒരു ചെറിയൊരു തോട്ടിലൂടെ ഇങ്ങനെ ചെളിവെള്ളം. ഇവിടെയൊക്കെ എന്താ സാർ, ഈ ഭാഗത്തൊക്കെ വെള്ളം ഭയങ്കരമായിട്ട് പൊങ്ങുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് പല വീടുകളും പൊക്കിയൊക്കെയാണ് എല്ലായിടത്തും പണിതിരിക്കുന്നത്. ആ ഒരു ചെളിവെള്ളം ഇങ്ങനെ ഒഴുകുന്ന കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ മൂത്ര വെച്ചിട്ട് ഗൈസ് ഞങ്ങളിങ്ങനെ പോകുമ്പോഴത്തേക്കിനും ഇവിടെ കുറേ തിരക്ക് കണ്ടു. ഈ ടുക്ക് പോലെയുള്ള വണ്ടികളിൽ ഇതുപോലെ ആളുകൾ നിൽക്കുന്നത് കണ്ടോ. ഇവിടെ എന്തോ ഒരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറി വിട്ടിട്ട് ഇവർ വീട്ടിൽ പോകുന്ന രംഗമാണ് നമുക്ക് കാണുന്നത്. അതാണ് ഫാക്ടറിയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടോ നോക്കി. ഇങ്ങനെയാണ് ഇവരെ ഇങ്ങനെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ് കണ്ടോ. എന്നാൽ ഇതുപോലൊരു കാഴ്ച ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ ആ തിരക്കിനിടയ്ക്കൂടെ ഇവരൊക്കെ പോകുന്ന കണ്ടില്ലേ നോക്കി. ഇതിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന വണ്ടികളാണ്. ഇത് ഫാക്ടറി ചെയ്ത് ഇവിടെ ഇത് കന്നുകാലികളെ കൊണ്ടുപോകുന്ന പോലെ അല്ലേ. നമ്മൾ പയ്യിൽ പോയില്ലേ, പയ്യിൽ നമ്മൾ ടിപ്സി ട്രീഡിങ് ചെയ്യാൻ പോയില്ലേ, ഇതുപോലെ നിന്നിട്ടാണ് പോയത്. എന്നാൽ എത്ര ആളുകൾ ജോലി ചെയ്യുന്നൊരു ഫാക്ടറി ആയത്. അടിപൊളി. എത്ര സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്, പക്ഷേ സ്ത്രീകളാണ് കൂടുതൽ. എനിക്കകത്തോടെ നടക്കാൻ പോലും പോയി, അതുപോലെ തിരക്ക്. ഇത് എന്ത് ഫാക്ടറി ആയത്? എൻ്റെ പൊന്നു, ജനസാഗരമാണ്. എനിക്ക് നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ആളുണ്ട്, അതുപോലെ എത്രയും ആൾക്കാരാണ് ഇവിടെ വരുന്നത്. എനിക്ക് എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. സ്വന്തമായിട്ട് വണ്ടിയിൽ വരുന്ന ആൾക്കാരുണ്ട്, അതല്ലാതെ ഇതുപോലെ ഷെയർഡ് വണ്ടികളിൽ പോകുന്ന ആളുകളുണ്ട്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയായി പോയിട്ടോ. വളരെ അവിചാരിതമായിട്ട് ഇവിടുത്തെ തിരക്ക് കണ്ട് നോക്കിയതാണ് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു ഫാക്ടറി വിട്ടിട്ട് ഇവർ ജോലി കഴിഞ്ഞിട്ട് പോവാണെന്നുള്ളത്. അതായത് അവിടെ കുറേ വണ്ടികളാണ്, അതായത് 100 കണക്കിന് ഇതുപോലത്തെ വണ്ടികൾ ഇങ്ങനെ കിടക്കുകയാണ്. ആ വണ്ടികളിൽ ആൾക്കാർ കയറി പോകുന്ന വഴിക്ക് കണ്ട് ഇവിടെ നിന്ന് പുറത്ത് എന്തെങ്കിലും സ്നാക്സും മുട്ടയും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. റോഡ് ഫുള്ള് ബ്ലോക്കാണേ മൊത്തത്തിൽ. എല്ലാവരുടെയും കയ്യിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, പച്ചക്കറിയും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇവർ വീട്ടിലേക്ക് പോവുകയാണ് കണ്ടോ. എല്ലാവരുടെയും കയ്യിൽ പച്ചക്കറിയും പിന്നെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്ത് കഷ്ടമല്ല ആളുകളൊക്കെ, എങ്ങനെയൊക്കെയല്ലേ ആളുകൾ ഓരോ സ്ഥലത്ത് ജീവിക്കുന്നതെന്ന് നോക്കൂ കണ്ടോ. ഇത് റോഡ് ഫുള്ള് ബ്ലോക്കാണ് ആ സൈഡിലേക്ക്. ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡ് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, അപ്പുറത്ത് മൊത്തം ബ്ലോക്കാണ്. ഓപ്പോസിറ്റ് സൈഡിലൂടെ കുറേ ബൈക്കേഴ്സ് വരുന്നുണ്ട്, ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ വരുന്നുണ്ടോ. അത് എന്ത് ഫാക്ടറിയാന്ന് നോക്കിയായിരുന്നോ? എന്നാലും എന്തായിരിക്കും, ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കി അറിയാൻ പറ്റൂലേ. നോക്കട്ടെ. വിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു ഷൂസ് ഫാക്ടറിയാണ് ഈ കാണുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്, വിങ് സ്റ്റാർ ഷൂസ് എന്ന് പറഞ്ഞിട്ട് ഈ ഷൂസ്, അതായത് ബ്രാൻഡഡ് ഷൂസ് ഇല്ലേ നമ്മൾ യൂസ് ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു ASICS ഒക്കെ ആണെന്ന് തോന്നുന്നു, അങ്ങനത്തെ കുറച്ച് ബ്രാൻഡുകളുടെ ഒക്കെ ഷൂസ് ഉണ്ടാക്കുന്ന ഒരു ചൈനീസ് എന്തോ ഒരു കൊളാബറേഷനുള്ള എന്തോ ഒരു കമ്പനിയാണ്. എന്നാലും ആയിരക്കണക്കിന് തൊഴിലാളികളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. എത്ര പേരെ ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം 3 മണിക്കൂറോളം വണ്ടി ഓടിച്ച് നമ്മളിപ്പോൾ നോംപെൻ നഗരത്തിൽ, തലസ്ഥാന നഗരത്തിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 5:30 ഇന്നത്തെ നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഡിന്നറും ലഞ്ചും അല്ലാത്തൊരു സമയത്താണ് ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇന്നലത്തെ പോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ ഫുഡ് നമ്മൾ കഴിക്കുന്നത് അനന്തുവിൻ്റെ വീട്ടിൽ നിന്നാണ് അല്ലേ. അനന്തുവിൻ്റെ ഭാര്യ അവിടെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അനന്തു ഈ വണ്ടി എടുത്തിട്ട് അനന്തുവിൻ്റെ ഫസ്റ്റ് ട്രിപ്പായിരുന്നു എൻ്റെ കൂടെ. എല്ലാവിധ രാശിയും ഉണ്ടാവട്ടെ. 3-4 ദിവസത്തിന് ശേഷം വീട്ടിൽ കയറി പോവാണ്. എന്ത് സംഭവിക്കും ഭാര്യ ഒന്നും പറയില്ലല്ലോ അല്ലേ. ഹായ്, നമസ്കാരം. നമസ്കാരം. നല്ല മണം. ഹായ് ഗ്രീഷ്മ. ഷിൻസി, നമസ്കാരം. അപ്പൊ നിങ്ങള് സിസ്റ്റർ, ഗ്രീഷ്മയുടെ സിസ്റ്റർ അല്ലേ? സോറി, നിങ്ങളുടെ ബ്രദർ, വൈഫ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, നൈസ്. എന്താണ് പരിപാടി? എന്താ നല്ല മണം വരുന്നുണ്ടല്ലോ. ഇന്നൊന്നും കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ചിരട്ടപ്പുട്ട്, ചിക്കൻ കറി, പിന്നെ ചായ കുടിച്ചു. എന്തോ സോഫ്റ്റ് പുട്ടല്ലേ, എനിക്ക് വയ്യ. അടിപൊളി. പൊടിപ്പിച്ചു കൊണ്ടുവന്ന സാധനമാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇവരുടെ ബാൽക്കണിയിൽ നിന്ന് ഇവിടെ നോംപെൻ നഗരത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച ഞങ്ങൾക്ക് കാണാം. ഇല്ലേ എനിക്ക് ഇത് ഞാൻ സീമറി ആപ്പിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഇവർക്ക് എല്ലാ ബിൽഡിങ്ങുകളുടെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള റൂഫ് ഉണ്ടാവും. അതൊന്നുകിൽ സീമറി ആപ്പിൽ മൊത്തം റെഡായിരുന്നു, ഇവിടെ റെഡും പിന്നെ പല കളേഴ്സ് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു അമ്പലമുണ്ട്, ഒരു പഴയ അമ്പലവും പിന്നെ പുതിയ അമ്പലവും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള അമ്പലം. ഏത് സ്കൂള്? അതിൻ്റെ അപ്പുറത്തെ സ്കൂളല്ലേ.
ആ ഓക്കെ, അത് കൊള്ളാട്ടോ. ഞങ്ങളിപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും മുകളിൽ വന്ന് ഇത് വ്യൂ കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടെമ്പിളും ആ ഒരു ഭാഗമൊക്കെ നോക്കി നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം മൊത്തത്തിൽ ക്ലൗഡി ആയിട്ട് നിൽക്കുകയാണ്. ഏത് സമയത്തും അതിഭയങ്കരമായിട്ടുള്ള മഴ പെയ്യാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ക്ലൗഡി ആയിട്ട് നിൽക്കുകയാണ്. എനിക്ക് ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു സിറ്റി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്. ഇവിടെ സ്കൈ ബാർ ഉണ്ടോ സാറേ? ഇവിടെ ഉണ്ടായിരുന്നോ? ആ, അത് ഒരു ഒഴിവാക്കി, എനിക്ക് ഇഷ്ടമില്ലാത്തവരോട് ഞാൻ പറഞ്ഞത് ഒഴിവാക്കിയല്ലേ? അത് ശരി. രാത്രി ആ ഓക്കെ. ഇവിടെ എവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് പറഞ്ഞത്? അപ്പുറത്താ? ആ, അത് ആക്സസ് കൺട്രോൾഡ് ആയിരിക്കും അല്ലേ? അല്ലേ? വാവ്, ഈ സൈഡും കൊള്ളാട്ടോ. അതായത് ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടുത്തെ കെട്ടിടം. ഇവരെന്തിനാണ് ഈ കെട്ടിടങ്ങളുടെ മുകളിൽ ഇങ്ങനെ ഷീറ്റ് ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചൂട് കുറയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിരിക്കാം. ദൂരെ നമുക്ക് സൺസെറ്റ് നടന്നു കഴിഞ്ഞു. പിന്നെ അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ? ആ ഭാഗത്ത് കണ്ടോ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും ഭയങ്കര വ്യൂ ആണല്ലോ ഇവിടെ, നല്ല കാറ്റും ഒക്കെ ആയിട്ട്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലം, നല്ല അടിപൊളി ഫുഡ്. താങ്ക് യു സോ മച്ച്. അപ്പം ഓൾ ദി ബെസ്റ്റ് നിങ്ങൾക്ക്. ഞാൻ പോട്ടെ, ഈ ലിഫ്റ്റ് മൊത്തം പരസ്യമാണല്ലോ. ഇന്ന് ഞാൻ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിലാണ്, നാങ്കോൾ വില്ലേജ് എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലാണ്. ഹായ്, ഹൗ ആർ യു? താങ്ക് യു സോ മച്ച്. വാട്ട്സ് യുവർ നെയിം? Benjamin. Benjamin, nice to meet you, Mr. Nice Benjamin. to meet you, sir. Yeah. അപ്പോൾ നാങ്കോൾ വില്ലേജ് ചെക്ക് ഇൻ ചെയ്യാം. ഹായ്, ഹൗ ആർ യു? ഹലോ, ഐ ഹാവ് എ ബുക്കിംഗ്. Yes, so maybe get the passport. യാ ഷുവർ. ഞാൻ ചെക്ക് ഇൻ ചെയ്തു. എൻ്റെ റൂം ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടെ ഒരു പൂൾ ടേബിൾ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ബാറുണ്ട്, ആളുകളൊക്കെ ഇരുന്ന് ചില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ലോക്കൽസും ഉണ്ട്, എല്ലാ ട്രാവലേഴ്സും ഉണ്ട്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ. വാവ്, 10 മണി വരെ സ്വിമ്മിംഗ് പൂൾ ഓപ്പൺ ആണ്. വേണമെങ്കിൽ യു ക്യാൻ കം ടു സ്വിമ്മിംഗ് പൂൾ എനി ടൈം. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാം. അനന്ത് വണ്ടി ഇട്ടിട്ട് വന്നോ ആവോ? എവിടെ? ആ, ഇവിടെ വന്നോ? ഓക്കെ, വി ഗോ. ഫസ്റ്റ് ഫ്ലോർ ആ? ഇവിടെ ലിഫ്റ്റൊക്കെ ഉണ്ടോ? ആ, എന്തായാലും കുഴപ്പമില്ല. ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ നമുക്ക് ലിഫ്റ്റിൽ കയറി പോകും അല്ലേ? നൈസ്. എവിടെ പാർക്കിംഗ് കിട്ടി? റൂം എവിടെ? വെർ ഇസ് മൈ റൂം? ഫസ്റ്റ് ഫ്ലോർ 111. നമുക്ക് 1800 രൂപയ്ക്കാണ് ഞാൻ റൂം ബുക്ക് ചെയ്തത്. 1800 രൂപ. ഓ, ഇതാണ് പൂൾ വ്യൂ റൂമാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു. 1800 രൂപയ്ക്ക് പൂൾ വ്യൂ റൂം കിട്ടുമോ? ഇല്ലല്ലോ. തുറക്കൂ, കമോൺ. മോനെ ഇത് അടിപൊളിയാണല്ലോ. വാവ്, ആ കഴിഞ്ഞ ദിവസം മാറ്റ്മങ്കി നിന്നതിനെക്കാട്ടി അടിപൊളി റൂമാട്ടോ. ആ, മാറ്റ്മങ്കിയിൽ റൂം വാസ് ഓക്കെ, പക്ഷേ ഭയങ്കര ചെറുതായിരുന്നു. ഇവിടെ ഇവർ 2 കുപ്പി വെള്ളമെങ്കിലും വെച്ചിട്ടുണ്ട്. അവിടെ 10,3500 രൂപ ഞാൻ കൊടുത്തിട്ട് 1 കുപ്പി വെള്ളം പോലും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഒക്കെ ഉണ്ട്, ഇങ്ങനെ തുറക്കുക. യെസ്, പക്ഷേ അപ്പുറത്തെ സൈഡായിരുന്നെങ്കിൽ നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ വ്യൂ കിട്ടിയേനെ. ഇതിപ്പോൾ അപ്പുറത്തെ റൂമിൻ്റെ വ്യൂ മാത്രമേ ഉള്ളൂ. നൈസാണേ. 2000 രൂപയ്ക്ക് ലാഭമല്ലേ? 2000 പോലും ഇല്ല, 1800 രൂപ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം. നൈസ്. ഇവർ $10 ഇത് വാങ്ങിച്ചിട്ടുണ്ട്, അഡ്വാൻസ്. സാറിന് അങ്ങനെ എല്ലായിടത്തും വാങ്ങലില്ല, ചില സ്ഥലങ്ങളിൽ അത് വാങ്ങിക്കും. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് പുറത്ത് പോകാം. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കംബോഡിയയിലെ ഒരു റെഡ് സ്ട്രീറ്റിലാണ്. റെഡ് സ്ട്രീറ്റിൽ റെഡ് ടീഷർട്ട് ഇട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായി ഞാൻ ഇതിൻ്റെ ടീഷർട്ട് മാറ്റിയത്? എനിക്കിപ്പോൾ മനസ്സിലാവുന്നു ഇല്ലേ? റെഡ് സ്ട്രീറ്റിൽ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു റെഡ് സ്ട്രീറ്റ് കിട്ടണമല്ലോ, റെഡ് ടീഷർട്ട് ഇടണമല്ലോ, അതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും, എൻ്റെ ഈ സ്ട്രീറ്റിൽ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാറുകളാണ്. ആ ബാറുകളുടെയൊക്കെ മുമ്പിൽ ധാരാളം സ്ത്രീകൾ ഇരിപ്പുണ്ടാവും. അപ്പോൾ ഇതിലൂടെ നടന്നു പോകുമ്പോഴത്തേക്കിനും അവരിൽ പലരും നമ്മളെ ഇങ്ങനെ മാടി മാടി വിളിക്കുന്നുണ്ടാവും. എൻ്റെ ഇപ്പോൾ ക്യാമറ ഉള്ളതുകൊണ്ട് മിക്കവാറും അങ്ങനെ വിളിക്കാൻ സാധ്യതയില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വിളിക്കുന്നുണ്ടെന്നാലും ആൾക്കാരൊക്കെ അവർക്ക് ആക്ച്വലി ക്യാമറ അലർജി, അതാണ് വിളിച്ച് പറയുന്നത്. എന്താ ക്യാമറ ചോദിക്കുന്നത്? ആണല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ വിളിക്കുന്നുണ്ടാവും. സോ അതാണ് സംഭവം. അപ്പോൾ ഇതിനെന്താ റെഡ് എന്താ പറഞ്ഞത്? ശരിക്കും പറഞ്ഞാൽ റിവർ സൈഡിൽ 114 എന്ന് നമ്മൾ പറയാം. ആ, റിവർ സൈഡിലെ 114 എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ ബാറുകളാണ് ബേസിക്കലി. ബാർ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താ പറയുക, ബാറല്ല ബേസിക്കലി. യു ഗോ ദെയർ, ഹാവ് ഡ്രിങ്ക് വിത്ത് ദം, പിന്നെ വേറെ സംഭവങ്ങളൊക്കെ, അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതാണ് ബേസിക്കലി. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഇതൊക്കെ പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് വേണമല്ലോ അവരൊക്കെ. അതെ, ഞാൻ പറഞ്ഞിട്ട് വേണമല്ലോ ഇതൊക്കെ അറിയാനായിട്ട്. നമ്മളെക്കാട്ടി അറിയാവുന്ന ആൾക്കാരല്ലേ വീഡിയോ കാണുന്നവരും ഒത്തും. അപ്പോൾ ഈ ഭാഗത്ത് ധാരാളം റെസ്റ്റോറൻറ്റുകളും ഉണ്ട്, ബാറുകളും ഉണ്ട്, എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. എങ്ങോട്ടാ? ഓക്കെ, ഫൈൻ. ഞാനിപ്പോൾ എന്നെ എടുത്തുകൊണ്ട് നടക്കുന്നതുകൊണ്ട് ആരും ഒന്നും പറയില്ല. എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ
വന്ന് ക്യാമറ ഓണാക്കി പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുന്നതാണ്. അതെ ഇന്നത്തെ കച്ചവടങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാത്തത്. അതെ. സോ അതാണ് സംഭവം ബേസിക്കലി, മനസ്സിലായില്ലേ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ വരാനൊരു ധൈര്യക്കുറവ്, അതാണ് ഞാൻ പുള്ളിനെ വിളിച്ചുകൊണ്ട് വന്നത്. പുള്ളിയാകുമ്പോൾ ലോക്കലാണല്ലോ, എല്ലാം അറിയാവുന്ന ആളാണല്ലോ അല്ലേ? അത്ര ലോക്കലല്ലേ ഞാൻ. അല്ലല്ലേ? പക്ഷെ നിങ്ങളെ സംരക്ഷിക്കാൻ എനിക്കറിയാം, അതുകൊണ്ട് അതാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ക്യാമറയോട് നേരെ നോക്കി നടന്നാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ആരും പോയിന്റ് ചെയ്യുന്നില്ല, നമ്മളെല്ലാം എത്തിച്ചേരുന്നു. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ എല്ലാ നാട്ടിലുള്ള പോലെ ഉണ്ട്. ബേസിക് അതിവിടെ ലീഗലാണോ? ഇതാരും ഉപദ്രവിക്കുന്നൊന്നുമില്ല, ഇത് അവരുടെ ജോലിയായിട്ട് അവർ ചെയ്യുന്നു. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഈ പറയുന്ന പോലെ എല്ലാവർക്കും അതൊരു വേറിട്ട് കാണേണ്ട ഒരു കാര്യം. ഇവിടെ അതൊരു പാർട്ട് ഓഫ് ടൂറിസമാണ്. ഓക്കെ. അപ്പോൾ അതവിടെ നടക്കുന്നു. ആവശ്യമുള്ളവർ വരുന്നു, പോകുന്നു, ആവശ്യമില്ലാത്തവർ വരുന്നു, കാണുന്നു, തിരിച്ചു പോകുന്നു അല്ലേ? അതെ. മൊത്തം ഇത് തന്നെയാണുള്ള പരിപാടി. ഒരു 3 സ്ട്രീറ്റ് ഇങ്ങനെയാണ്. ആണോ? എന്തൊരു ആൾക്കാരല്ലേ ഈ 2 സൈഡിലും ക്യാമറയിൽ കാണുന്നതിനനുസരിച്ച് ഇത്രയും ആൾക്കാരുണ്ട് ഇവിടെ. എന്തൊരു ആൾക്കാരാ! നമ്മളൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും നടന്നെത്താൻ പറ്റില്ല. കാരണം ഒരു 3 സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ട് നടക്കാനായിട്ട്. അയ്യോ, ഭയങ്കര കച്ചവടം കേട്ടോ ഇത് ഇവിടുത്തെ. നമ്മൾ വിചാരിക്കുന്ന പോലല്ല, അതിനപ്പുറത്തെ കച്ചവടമാണ് ഇത് കംപ്ലീറ്റ്. അങ്ങനെ ആവശ്യമുള്ളവർ വരുന്നു, കാണുന്നു, പോകുന്നു, അതൊക്കെയാണ് പരിപാടി. ഇങ്ങനെ ഇത് വിളിച്ചുകൊണ്ടിരിക്കും അല്ലേ എല്ലാവരും? നമ്മളെയും വിളിക്കും. ക്യാമറ ഓഫാക്കിയാൽ നമ്മളെയും വിളിക്കും. ക്യാമറ ഉള്ളതുകൊണ്ടാണ് പലരും വിളിക്കാത്തത്. അവർക്കറിയാം നമ്മളിവിടെ യൂട്യൂബിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഇതേപോലെ എടുത്ത് പോകുന്നതൊക്കെ അറിയാം. അതുകൊണ്ട് അവർ നമ്മളധികം മൈൻഡ് ചെയ്യില്ല. മൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാമറ ഒന്നും ഇല്ലാതെ വെറുതെ നടന്നു വന്നാൽ മതി, ചുമ്മാ നടന്നാൽ മതി. ഇന്ത്യക്കാരാണ് ഇവിടെ ഏറ്റവും മോശമായി വില പേശുന്നത്. ആണോ? Good smile. No, it's okay. Thank you. We'll come back. Okay, good luck. Thank you. ഓക്കെ, എന്നെ ഇഷ്ടപ്പെട്ട് ഗുഡ് സ്മൈൽ എന്നൊക്കെ പറയും അല്ലേ? തലവാര എനിക്ക് രക്ഷപ്പെട്ടത് എന്താ പിടിച്ച് 4 ആളെ വന്ന് പിടിച്ച് ആണോ? സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ജസ്റ്റ് എസ്കേപ്പ് ആട്ടോ. നിങ്ങളെ പിടിച്ചതവര് റെഡ് സ്ട്രീറ്റിൽ ഒക്കെ പോയിട്ട് ക്യാമറയും കൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ആദ്യം ഒന്ന് അങ്ങോട്ട് പോയി തിരിച്ച് റൗണ്ട് അടിച്ച് വന്നപ്പോഴാണ് ആ പെണ്ണ് വന്ന് എൻ്റെ അടുത്ത് എന്നെ കയറി പിടിച്ചത്. ഇനി പോയാൽ തിരിച്ചുവരവ് ഉണ്ടാവില്ല, പൊക്കിയെടുത്തോണ്ട് പോവും. റെഡ് സ്ട്രീറ്റിൽ പോയ ശുചിത്വ ഭക്തർ സംഭവിച്ചത് എന്ത്? നമ്മുടെ വണ്ടി അവിടെ ഇട്ട് എൻ്റെ പൊന്നു, ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി. പക്ഷെ ഞാൻ ഒറ്റക്കണ പോകില്ല കേട്ടോ. പട്ടായിലൊന്നും ഇങ്ങനെ നമുക്ക് പറ്റില്ല. ക്യാമറ കൊണ്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ അവർ വന്ന് ചിലപ്പോൾ ക്യാമറ തട്ടിപ്പറിക്കും, അങ്ങനെയൊക്കെ ചെയ്യും വാക്കിംഗ് സ്ട്രീറ്റിലൊക്കെ. പിന്നെ അവിടെ പിന്നെ ടൂറിസ്റ്റുകൾ പൊതുവെ ഫോട്ടോ എടുത്ത് നടക്കുന്ന ടീമുകളല്ലേ എല്ലാവരും. ഇവിടെ അത്ര ഇല്ല, ഇതങ്ങനല്ല. ക്യാമറയ്ക്ക് വലിയ സ്കോപ്പ് ഇല്ല. അവർ തെറിവിളിയായിരുന്നാ പറഞ്ഞത് പുള്ളി. നമ്മൾ ക്യാമറ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു തെറിവിളിയായിരുന്നു. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ താഴ്ത്തി പിടിച്ച കാരണമാണ് നിങ്ങളുടെ നേരെ മുമ്പിൽ കയറുന്നത്. അതെ. അപ്പോൾ ലെറ്റ്സ് ഗോ ടു സ്കൈ ബാർ നൗ. എന്തുപോയത്? 2 പ്രാവശ്യം കയറി ഇറങ്ങണം കേട്ടോ. അതെന്നാ? അങ്ങനെയാണ് ഇവിടെ ശീലം. 2 പ്രാവശ്യം കയറി ഇറങ്ങണോ? എൻ്റെ പൊന്നു, എനിക്കൊന്നും ഇവിടെ റെസിഡൻസസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവർക്കുള്ള സംഭവങ്ങളൊക്കെയാണ് ഇത്. വേണ്ട അടിപൊളി. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇത് വേറെ ലെവൽ സ്ഥലം അല്ലേ? ഞാൻ വിചാരിച്ചു നമ്മളോട് മാത്രം പറഞ്ഞതാണ്. അല്ല, നമ്മളോട് മാത്രം പറഞ്ഞതല്ല. സ്കൈ ബാർ ഫുള്ളാണ്, കയറിപ്പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത് ശരി, ഭയങ്കര സെറ്റപ്പായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വി മിസ്ഡ് ഇറ്റ്. ഇറ്റ്സ് ഓക്കെ. പണി ഗൈസ്, അവിടെ ഫുള്ളാണ്, അതിൻ്റെ മേളിൽ കയറ്റി വിടില്ല എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. ഞങ്ങളോട് മാത്രമായിട്ട് പറഞ്ഞതാണോ എന്നറിയാൻ വേണ്ടി നമ്മളിവിടെ കുറച്ച് നേരം നിന്നു. പക്ഷേ നമ്മുടെ പുറകെ വന്ന കുറച്ച് ആൾക്കാരോടും അങ്ങനെ പറഞ്ഞു. പിന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ കയറിപ്പോന്നുണ്ടായിരുന്നു. അവരെന്താ സംസാരിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തേ സെറ്റാക്കി? ഓക്കെ, താങ്ക് യു. പുള്ളിക്ക് നിങ്ങൾക്ക് ഇവിടെ വലിയ പിടിപാടും ബന്ധമൊക്കെ ഉണ്ടോ? ഇങ്ങനെ ഇവിടുത്തെ ആരെയോ വിളിച്ചിട്ട് പറഞ്ഞ് നമ്മളെ അവസാനം ഫൈനലി അതിന് മുകളിലേക്ക് നമ്മളെ ആളിറങ്ങി. ഓക്കെ, ശരി. കമോൺ, ലെറ്റ്സ് ഗോ. 46. ആർക്കും പേടിയാന്നുണ്ടോ? Are you scared? No. No. I'm scared. You're scared? Yeah, I'm scared. എനിക്ക് പേടിയാത്ത സുഹൃത്തുക്കളെ. ചെവി അടഞ്ഞു. ആഞ്ഞ് ശ്വാസം വിട്ടാൽ മതി. 40 പെട്ടെന്നെത്തിയല്ലോ. വെരി ഫാസ്റ്റ്.
Where you come from? I'm from India. Oh, from India. India. I'm Yeah. from Indonesia. Indonesia. Oh, nice to meet you. ഇന്തോനേഷ്യക്കാരാണ് അവര്. ശരി പറഞ്ഞല്ലോ. വാവ്, ഇതെന്ത് ലൈറ്റൊക്കെ നോക്കിയേ. ഇനി എന്താ ചെയ്യണ്ടേ? ഇനിയും കയറണോ? വാവ്, അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെയാ? ഓ, അടിപൊളി. കൊള്ളാം, നൈസ്. ഇവിടെ എന്തൊക്കെയോ ഗ്രില്ലൊക്കെ ചെയ്യുന്നു. പക്ഷേ ഈ ഒരു സെറ്റപ്പിനുള്ള ഒരു സംഭവം നമുക്ക് നോക്കാം, മേളിലോട്ട് പോയി നോക്കാം എന്താ പരിപാടി എന്നുള്ളത്. നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ആംബിയൻസ് ആണ്. അടിപൊളി കേട്ടോ, സംഭവം കൊള്ളാം, പൊളിച്ചു. മേളിൽ പോകുമ്പോൾ അറിയാം എന്താ സംഭവം എന്നുള്ളത്. ഇത് കൊള്ളാമല്ലോ ബ്രോ, അടിപൊളിയാണല്ലോ. ഇതിവിടുത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണോ? ഏറ്റവും വലിയ സ്കൈ ബാർ, ഏറ്റവും ടോപ്പിലുള്ള ടോപ്പ്. ഇതിൻ്റെ മേളിലേക്ക് കണ്ടില്ല ലേസർ പ്രൊജക്ഷൻ ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ മുകളിലേക്ക്? അടിപൊളി. മേളിൽ പോയി നോക്കാം വാ. ഇവിടെ വലിയ ഡിജിറ്റൽ ഡിസ്പ്ലേ വോളൊക്കെ ഉണ്ട് കണ്ടോ. ഇത് വെള്ളമാണ് കണ്ടോ, വെള്ളം പൂള് പോലത്തെ സെറ്റപ്പ്. അതിൻ്റെ താഴെ ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം, ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാം, അതിന് വേണ്ടിയുള്ള സെറ്റപ്പ്. പിന്നെ നമുക്ക് ഈ വെട്ടിത്തിളങ്ങുന്ന ഈ ലൈറ്റുള്ള പടവുകളിലൂടെ നമുക്ക് മുകളിലേക്ക് പോവാം. ഇവിടെയാണ് DJ നിൽക്കുന്നത്. ഓ, അത് കൊള്ളാം, പൊളിച്ച്. നല്ല വൈബ്. ഹൈറ്റ് പേടിയൊന്നുമില്ലല്ലോ? ഉണ്ട്, എനിക്ക് ഭയങ്കര പേടി, ആക്രോഫോബിയ. അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാം താഴത്തോട്ട് നോക്കണം, നേരെ നോക്കണം. ആണോ? ഇത് മറ്റേ സാധനമാ? എൻ്റെ പൊന്നേ, ഓ മൈ ഗോഡ്. ഇത് പകല് പറഞ്ഞായിരുന്നു കേട്ടോ നമ്മള്. 5 മണിക്ക് ഓപ്പൺ ആണോ? എൻ്റെ പൊന്നെ, നമ്മൾ 46ാമത്തെ നിലയുടെ മുകളിലാണ്. നോക്കി, 46ാമത്തെ നിലയുടെ മുകളിൽ. ഓ, ഇതിന് ഗ്ലാസ് ഇല്ലാത്ത സ്ഥലമൊന്നും ഇല്ലല്ലോ? എല്ലായിടത്തും ഗ്ലാസ് ഇല്ലേ? ഇത് താഴെ റെസ്റ്റോറൻറ്റിൽ ആൾക്കാരിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. നോക്കി, ഓ അടിപൊളി പോലെ. തളരില്ല, ഞാനിങ്ങനെ സകല ധൈര്യവും സംഭരിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം കൊള്ളാം, അടിപൊളിയാട്ടോ, രക്ഷയില്ല. അവിടെ വേറെ കുറേ ബിൽഡിങ്ങുകളൊക്കെ കാണാം. കംബോഡിയൻ തലസ്ഥാന നഗരമായിട്ടുള്ള നോംപെൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്നത് മേക്കോങ് റിവറാണ്. മേക്കോങ് റിവർ പകല് കാണാനേ മനസ്സിലാവുള്ളൂ, രാത്രി മനസ്സിലാവില്ല. റിവറാണ് ആ കാണുന്നത്, മേക്കോങ് നദി. എവിടെ നിന്നൊക്കെയോ നമുക്ക് ഇത്തരത്തിലുള്ള ലേസർ ലൈറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ശരിക്കും ഇവിടെ വെറുതെ വന്ന് കണ്ടിട്ട് ഇറങ്ങിപ്പോകാൻ വേണമെങ്കിൽ ഇവിടെ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കണമെന്നൊന്നുമില്ല. പക്ഷേ അത് മോശമല്ലേ? നമുക്ക് എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ഒരു ബിയറെങ്കിലും വാങ്ങിച്ച് കഴിച്ചിട്ട് പോവാം. ഇത് കൊള്ളാമല്ലേ പരിപാടി? സ്കൈ ബാർ ബൈ മോർഗൻ എന്നാണ് അതിൻ്റെ പേര്. ലാവിദ സ്കൈ ബാർ. ഇന്ന് നമ്മൾ കംബോഡിയയുടെ ലാസ്റ്റ് ദിവസം സ്കൈ ബാറിൽ നിന്നും ഒരു ബിയർ അടിച്ച് ഞങ്ങൾ ആ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നാളെ ഞാനിവിടെ നിന്ന് വിയറ്റ്നാമിലേക്ക് പോവും, ഹോച്ചിമിനിലേക്ക്. ഇവിടെ നിന്നൊരു ഹോട്ടൽ ബസ് എടുത്തിട്ടാണ് ഞാൻ പോകാൻ പോകുന്നത്. ഹോട്ടൽ ബസ് ഞാൻ പോകാൻ പോകുന്നു. ഹോട്ടൽ ബസ് എന്താണെന്ന് അറിയണ്ടേ? നാളെ കാണാം. അപ്പോൾ ഹോട്ടൽ ബസ്സിൽ കയറി വിയറ്റ്നാമിലുള്ള കാഴ്ച നമുക്ക് നാളെ കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച് അനന്ത് ഫോർ എവരിതിങ്. നാളെ മീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നാളെ അനന്തുവിനെ ഇവിടെ പറയാം. ഓക്കെ, സീ യു ഗൈസ്, ബൈ.